യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമമായിട്ട് പെരുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യൻസ് 4-13 വാക്യം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-4 വാക്യം നമുക്കത് വായിക്കാം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനം വിശ്വാസത്തിന്റെ ആത്മാവാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഹല്ലേലൂയ. അത് കുറച്ചുകൂടെ വ്യക്തമാകും. 2 തിമോഥെയോസ് അതിന്റെ 1-7 വാക്യം നമുക്കത് വായിക്കാം. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. 2 കൊരിന്ത്യൻസ് 4 വായിച്ചു. വിശ്വാസത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. 2 തിമോഥെയോസ് 1-7 വായിച്ചു. ധൈര്യത്തിന്റെയും ശക്തിയുടെയും ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ഭയത്തിന്റെ ആത്മാവിനെയല്ല, പ്രശ്നങ്ങൾ കണ്ട്, വിഷയങ്ങൾ കണ്ട്, രോഗങ്ങൾ കണ്ട്, അസ്വസ്ഥത കണ്ട് ഭയപ്പെട്ട് ജീവിതത്തിൽ ഓടി ഒളിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവല്ല. പകരം ഇവയെ ഓവർകം ചെയ്യുവാൻ, മറികടക്കുവാൻ, അതിനെ ജയമെടുക്കുവാൻ ഒരാത്മാവിനെ ദൈവം നമുക്ക് പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ഭീരുത്വത്തിന്റെ ആത്മാവിനെ ശാസിക്കുന്ന അനേക തലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തന്റെ ശിഷ്യന്മാർക്ക് പോലും അവിശ്വാസത്തിന്റെ ശക്തി നിറയപ്പെട്ട തന്റെ ശിഷ്യന്മാരെ ശാസിക്കുന്ന അനേക ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അങ്ങനെ ഒരു ഭാവന നമുക്കൊന്ന് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 8:24-25 വാക്യങ്ങൾ. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്നു. ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് പറഞ്ഞ് അവനെ ഉണർത്തി. ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവനാൽ അവൻ കാറ്റിനോടും കടലിനോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. ശിഷ്യന്മാർ സഞ്ചരിച്ചിരുന്ന പടകിൽ ആ പടക് തിരമാലകളാൽ അലയാൻ തുടങ്ങി. പ്രതികൂലമായി കാറ്റടിച്ചു. ഇപ്പൊ മുങ്ങിപ്പോകുന്ന ഘട്ടമുണ്ടായി. അവർ യേശുവിനെ വിളിച്ചുണർത്തി. ഞങ്ങൾ നശിച്ചു പോകുന്നത്, ഇപ്പൊ ഈ പണം മുങ്ങിപ്പോകുന്നതിന് വിചാരമില്ലേ? അവർ ഭയപ്പെടാൻ തുടങ്ങി. യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അത് ശാന്തമായി മാറി. യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ വിശ്വാസം എവിടെ? എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അല്ലേ എന്ന് പറയാറുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ അറിയാം യഥാർത്ഥ വിശ്വാസം എന്താണുള്ളത്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മൾ പറയും എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. നാളെ എനിക്കുള്ളതാണോ അല്ലയോ, അല്ലെങ്കിൽ നാളെ ഞാൻ കാണുമോ, എന്റെ തലമുറ കാണുമോ, എന്റെ കുടുംബം കാണുമോ, എന്റെ വിഷയങ്ങൾ എങ്ങനെ മാറും, ഇങ്ങനെയുള്ള അവസ്ഥയുടെ നടുവിൽ അറിയാം യഥാർത്ഥ വിശ്വാസം എന്താണുള്ളത്. അപ്പൊ അവരുടെ അവിശ്വാസത്തെ യേശു കർത്താവ് ശാസിച്ചു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന് 24-33 വാക്യങ്ങൾ നമുക്ക് വേഗം വായിക്കാം. കാറ്റ് പ്രതികൂലമാകൊണ്ട് രാത്രിയുടെ 4-ാമത്തിൽ കടലിന്മേൽ നടന്നു. കേട്ടോ,
യേശു കർത്താവ് കടലിന് മേലിലൂടെ നടന്നു വരുന്നതായി കാണുക, ശിഷ്യന്മാർ കാണുകയാണ്. അപ്പം യേശു കർത്താവ് പടകിലില്ല, ഇവരുള്ള ബോട്ടിൽ യേശുവില്ല. ഭയങ്കര തിരകൾ ആഞ്ഞടിക്കുകയാണ്. ഇപ്പൊ വെള്ളം മുങ്ങി പോകുന്നത് കണ്ടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കണ്ടു യേശു പടകിൽ ഉറങ്ങിയായിരുന്നു. ഇവിടെ കാണുകയാണ് യേശു പടകിലില്ല, തിരമാലകൾ ആഞ്ഞടിക്കുന്നു. ഇപ്പോൾ വെള്ളം മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അവർ ഭയപ്പെട്ട് നോക്കുമ്പോൾ തിരമാലകളുടെ മുകളിലൂടെ നടന്നു വരും. ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തെ പറ്റിയുള്ള വർണ്ണനയാണ് ഈ പറയുന്നത്. അവൻ തിരമാലകളുടെ മുകളിലൂടെ നടന്നു വരുന്നു. അവർ ആ കാഴ്ച കണ്ട് ഭയന്നുപോയി. അതാ ഒരു ഭൂതം കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നു. ബാക്കി വായിച്ചാൽ യേശു അവരോട് ധൈര്യപ്പെടുകയും ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മീതെ നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. എനിക്കും അതുപോലെ വെള്ളത്തിൽ കൂടെ നടന്ന് അങ്ങനെ അടുത്ത് വന്നാൽക്കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. എനിക്കൂടെ അതുപോലെ എന്നെ ഒന്ന് ആക്കി തീർക്കണേ. ഓക്കെ, വായിച്ചാൽ കർത്താവ് പറഞ്ഞു, വരിക. റിസ്ക് എടുക്കാൻ നീ തയ്യാറാണോ? ദൈവം ചിലത് ചെയ്യാൻ പോയി. ഹല്ലേലൂയ, വരിക എന്ന് അവൻ പറഞ്ഞു. ബാക്കി വായിച്ചാൽ പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. കേട്ടോ, ഈ വെള്ളത്തിന്മേൽ നടക്കുമ്പോൾ അവന് നോട്ടം മുഴുവൻ എവിടെയായിരുന്നു? യേശുവിലായിരുന്നു. നോട്ടം പെട്ടെന്ന് മാറി. അയ്യോ, കാറ്റ് ശക്തമായി അടിക്കുന്നു, ഞാൻ വെള്ളത്തിന്റെ മുകളിലാണ്. പെട്ടെന്ന് അവന് ഭയം തട്ടി. വായിച്ചാണ് കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയ കർത്താവേ, എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു. യേശുവിനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രനെന്ന് സത്യമെന്ന് പറഞ്ഞ് യേശു കർത്താവ് ദൈവപുത്രനാണെന്നും സത്യമാണെന്നും അവർ പറഞ്ഞ് അവർ ദൈവത്തെ നമസ്കരിച്ചു. ഹല്ലേലൂയ. ഒരാവേശത്തിന് പത്രോസ് എഴുതിയാണ് അല്ലേ? വിശ്വാസ ജീവിതം ഒരാവേശമല്ല. നല്ല കാറ്റടിയും തിരകൾ ഇനിയും ഉയരും. പ്രതികൂലത്തിന്റെ ശക്തി ബലത്തോടെ എഴുന്നേക്കും. പലതും പ്രതീക്ഷിക്കാത്തത് വെളിപ്പെടും. നിന്റെ നോട്ടം എവിടെയാണ്? നീ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്? യേശുവിലാണ് നീ ശ്രദ്ധിക്കുന്നതെങ്കിൽ, എന്നെ പേർചൊല്ലി വിളിച്ച് കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ, ഞാൻ മുങ്ങിപ്പോകുവാൻ എന്റെ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ നോട്ടം എപ്പോൾ പോകുന്നു? അന്നേരം ഹൃദയം പതറിപ്പോകും, ഭ്രമിച്ചു പോകും, ഭയം കൊണ്ട് നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം പങ്കുവയ്ക്കുവാൻ, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ശക്തി, സത്യത്തിന്റെ ആത്മാവ്, വിശ്വാസത്തിന്റെ ആത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവ് നമ്മളിൽ പകർന്നിരിക്കുന്നുവെന്ന് കൊരിന്ത്യർ ലേഖനത്തിലും തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. ധീരത്വത്തിന്റെ ആത്മാവെയല്ല, ധൈര്യത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ നമ്മളിൽ പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പം പ്രതികൂലങ്ങളിലെ പ്രശ്നങ്ങളോടുമല്ല നോക്കേണ്ടത്, കാണുന്നതിനെയല്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, കാണാത്ത മണ്ഡലത്തിൽ ഞങ്ങളെ ശ്രദ്ധയിക്കും. മനസ്സിലാക്കി കർത്താവിനെ ശക്തി ശ്രദ്ധിച്ചാണ്. അടുത്തിരിക്കുന്ന വ്യക്തിത്വങ്ങളോട് പറഞ്ഞാണ് ദൈവം വലുത് ചെയ്യുന്നു പറഞ്ഞാണ്. അടുത്തിരിക്കുന്ന വ്യക്തി തട്ടിക്കൊണ്ട് പറഞ്ഞു ദൈവം വലുത് ചെയ്യും. ദൈവം വലുത് ചെയ്യും. ഇതൊക്കെ കാതുകളിൽ ശബ്ദം ഇനി വേറൊക്കെ വല്ലാത്തത് വരാനിരിക്കുന്നു. എഴുതി വെച്ചിരിക്കുന്ന ശാസ്ത്രപ്രകാരം ഞാൻ ഇത്ര വയസ്സിനുള്ളിൽ കാണാൻ
നിന്റെ കൂടെ ഉണ്ടെങ്കിൽ സകലതും സാധ്യം, സകലതും സാധ്യം. ഇല്ല, ഒരു പാട്ടുണ്ടല്ലോ, സാധ്യമേ എല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. അത് അകത്തുനിന്ന് വേണം പറയുക. അഗ്രചൽപ്പനമായി മാറരുത്, ചികിത്സായി മാറരുത്, ചുണ്ടുകളുടെ ചലനമായി മാറരുത്. പ്രാർത്ഥനകൾ അകത്തുനിന്ന് ഉയരണം. എന്റെ ജീവിതത്തിൽ നല്ലതേ സംഭവിക്കുന്നത്. കാണുന്നതൊന്നും നല്ലതല്ല, കാണുന്നതല്ല പ്രതികൂലത്തിന്റെ വസ്തുതകളാണ്, കാണുന്നതെല്ലാം അനർത്ഥങ്ങളുടെ വസ്തുതകളാണ്. പ്രതീക്ഷിക്കാൻ യാതൊരു വകയുമില്ല. ഹല്ലേലൂയ. എന്നാലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയണം, നല്ലതേ സംഭവിക്കുന്നുള്ളൂ. ഇന്ന് നീ പ്രതികൂലം കണ്ടു, പ്രശ്നം കൊണ്ടും നല്ലത് സംഭവിക്കുന്നു വിളിച്ചു പറയുന്നത്, അത് തന്നെ നിന്റെ ജീവിതത്തിൽ നീ കാണും. ഹല്ലേലൂയ. അത് കണ്ടതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രസംഗിക്കുന്നത്. പണ്ട് കൈയടിക്കുകയും ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന സമൂഹങ്ങളെ നോക്കി വേണ്ടാതിനും പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച എന്റെ ദൈവം അതിനെ സ്വീകരിക്കുന്നതാണ് ഈ കൈയടിക്കുന്നത്. ആമീൻ പറയുന്നതിലേക്ക് ജീവിതത്തിലേക്ക് പകർത്തുകയാണെന്നൊക്കെ പലതവണ പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ പരിഹസിച്ചിടുക. എന്റെയും നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ളവരിൽ നീ ആശ്രയം വെച്ചാൽ നിന്റെ സ്ഥിതി മാറുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നിന്റെ സ്ഥിതി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞ മറ്റൊരു സമൂഹത്തിന്റെ മതശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നടക്കുവാൻ ദൈവം വിടുതൽ കൊടുക്കി, ദൈവത്തിന്റെ കരം ചലിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കാണ്, ഈ നാമത്തിന്റെ സർവ്വമുഴങ്ങാലും അടങ്ങുമെന്ന് എന്റെ ഗ്രന്ഥത്തിൽ കിടപ്പുണ്ട്. ഇതുവരെയായിട്ടും ഇത് വായിച്ചുകൊണ്ട് അത് പിടിയിട്ടിട്ടില്ല. കേട്ടുകണ്ടോ? സർവ മുഴങ്കാലും മടക്കൽ കഴിവുള്ള നാമമാണ് എന്റെ അപ്പയുടെ നാമം. ഇസ്രായേൽ ദേശത്ത് ചെറിയ ചില സ്ഥലങ്ങളിലൂടെ മാത്രം യാത്ര ചെയ്യുക. യഹൂദന് സഞ്ചരിക്കാൻ പാടില്ലെന്ന് നൂലുകൾക്ക് കൽപ്പിച്ചിരിക്കുന്ന ഗലീലയിലും ശമരിയിലും സഞ്ചരിച്ച യേശു എന്ന വ്യക്തിയുടെ ചരിത്രം എന്നും ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുവെങ്കിൽ ലോകത്തിലെ ശക്തമായ മതവിശ്വാസമാണ് പ്രചരിക്കപ്പെട്ടുവെങ്കിൽ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. വാളുകൊണ്ടും അഗ്നി കൊണ്ടും ബോംബ് കൊണ്ടും ഒതുക്കാൻ പറ്റാത്ത ഒന്നായി ഇത് മാറ്റപ്പെടുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. സംഘടനാ ശക്തികൾക്കും സംഘബലങ്ങൾക്കും ആയുധങ്ങൾക്കും ഒതുക്കാൻ പറ്റാത്ത ദൈവിക ശക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ സ്ഥിതിയെ മാറ്റുവാൻ കഴിവുള്ളവന്റെ വ്യാപാര ശക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മരിച്ചവർ ഉയർന്നു, നടന്നില്ലെങ്കിലേ ഒരു അത്ഭുതം. ആൾക്കാർ എന്തുവേണേ പറഞ്ഞോട്ടെ, ആ സേവയാണ് ഈ സേവയാണ് പിശാചിന്റെ സാന്നിധ്യം എന്തുവേണേ പറഞ്ഞോട്ടെ. ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സമ്പ്രദായത്തെ കൊടുക്കുവാൻ എന്റെ അപ്പ നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മാറ്റി നിർത്തിയിരിക്കുന്ന സമൂഹങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, ആരുമില്ലാത്തവരെ കറങ്ങി ചെല്ലുവാൻ എന്റെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തൊടാൻ പാടില്ലെന്ന് വ്യതികൽപ്പിച്ചവരെ കർത്താവ് തൊട്ടു, അവർക്ക് സൗഖ്യം ലഭിച്ചു. ശബത്തിനെ ലംഘിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊള്ളണമെന്ന് നിയമമുള്ളപ്പോൾ ശബത്ത് എന്ന യഹൂദന്റെ ആചരണ ദിവസം ഇന്നതിനെ ചെയ്യാൻ പാടില്ല എന്നതിനകത്ത് എഴുതി വെച്ചിരിക്കുമ്പോൾ അതിനെ ലംഘിച്ചാൽ അങ്ങനെ
യഹോവയുടെ കൽപ്പന എന്ന് മോശ ജനത്തെ പഠിപ്പിച്ച വസ്തുത. യേശു കർത്താവ് ശബത്ത് ദിവസം തന്നെ രോഗികളെ സൗഖ്യമാക്കി. എന്റെ അപ്പ പറയാണ്, നിങ്ങൾക്ക് എന്റെ പിതാവിനെ അറിയില്ല. എന്റെ പിതാവിനെ അറിഞ്ഞുവെങ്കിൽ നിങ്ങൾ എന്നെയും അറിഞ്ഞേനെ. ചോദിക്കുകയാണ്, അപ്പൊ യേശു ആയിരിക്കില്ല, ഒന്ന് കാണിച്ചതരാമോ? ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ ഒരു പിതാവുണ്ട്. പല്ലിനും പല്ല്, എല്ലിന് എല്ല് എന്ന് പറയുന്ന യാഗങ്ങളും ഹോമങ്ങളും കർമ്മങ്ങളിലും പ്രസാദിക്കുന്ന, രക്തം കാണുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവിക സങ്കല്പം. അന്ന് പറയുന്ന പിതാവ് അതല്ലല്ലോ. രക്തപുതിയനായ ദൈവത്തെയല്ലോ എന്ന് പറയുന്നത്. അങ്ങയുടെ പിതാവായ എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അരൂപിയായ ദൈവത്തിന്റെ ഒരു രൂപമത്രേ ഞാൻ. ഇതിനപ്പുറത്തൊരു ഡോക്ടറില്ല. സർവത്തെ ഉളവാക്കിയവൻ, സർവത്തിനും ആധാരമായവൻ, സർവശക്തമായ ദൈവം, അവന്റെ കൃപ നിങ്ങളുടെ പെരുകി ഞാൻ പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും പറയട്ടെ. പൂർണ്ണമായി അപ്പയുടെ സ്ഥലത്ത് സമർപ്പിച്ച്, വാസ്തവമായി എന്റെ ദൈവമേ അങ്ങനെ തൊഴുന്നത് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവമേ, എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ആരും പ്രാർത്ഥിക്കുന്നുണ്ടോ? സ്ഥിതി ഇന്നും മാറാൻ പോവുകയാണ്. നടക്കത്തിൽ അതിന്റെ ബുദ്ധി പറയുന്ന മണ്ഡലങ്ങളെ ദൈവത്തിന്റെ കരം ക്ഷണിക്കാൻ പോവുകയാണ്. ദൈവം പരിദേശിക്കുന്ന ദൈവവും സാക്ഷ്യങ്ങളായ കർത്താവ് ഓരോരുത്തരും ഉറങ്ങിലെയും സംഭവന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് വിശുദ്ധ പ്ലാറ്റ്ഫോമിൽ ഒരിക്കൽ കൂടെ വളരെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവർ വിളിക്കേണ്ടത് ഞാൻ പറയുന്നു, എന്റെ ദൈവം വിളിക്കുന്നവനാണ്. അവൻ നിങ്ങൾ നന്മകളാൽ നിറയ്ക്കുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദോഷം വരുവാൻ, പ്രതികൂലം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.